അപ്പം ഇപ്പോൾ ഇന്ന് എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്തയായിട്ട് വന്നത് മറ്റേ വയനാട് ചൂരൽമലയിലെ കാര്യമാണ്. അപ്പം നമ്മൾ ന്യൂസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാട് ചൂരൽമല മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ ഒരു സഹായവും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ന്യൂസായിട്ട് എല്ലാ പത്രങ്ങളിലും പറയുന്നത്. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉത്തരമില്ലാതെ കേന്ദ്രം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ കേരളത്തിന്റെ ചോദ്യങ്ങൾക്ക് ഇനിയും കേന്ദ്രത്തിൽ നിന്ന് ഉത്തരമില്ല. പകരം ദേശീയ ദുരന്തം എന്ന വിശേഷണത്തിന്റെ നിയമ സാധുതയെപ്പറ്റിയും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ അനുവദിച്ച പണത്തെപ്പറ്റിയുമാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. കേരള സർക്കാരിന്റെ ന്യൂഡൽഹിയിലെ പ്രതിനിധി KV തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടിയും ഇതുതന്നെ. ദേശീയ ദുരന്തം എന്ന വിശേഷണത്തിലൂടെയല്ല ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തീവ്ര ദുരന്തമായി അംഗീകരിക്കുമോ എന്നതാണ് കേരളത്തിന്റെ പ്രധാന പ്രശ്നം. ഇതുൾപ്പെടെ 3 ആവശ്യങ്ങളാണ് പ്രധാനമായും കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചത്. കൂടുതൽ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന് പകരം ഇതിനകം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 388 കോടി രൂപ അനുവദിച്ചെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ ഈ പണം ഏതെങ്കിലും പ്രത്യേക ദുരന്തത്തിനായി ചെലവിടേണ്ടതല്ല. ധനകമ്മീഷന്റെ ശുപാർശ പ്രകാരം വർഷം മുഴുവനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കുള്ളതാണ്. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ചെലവിടാനാവൂ. വർഷം ഏകദേശം 300 കോടി രൂപ ഈ ഫണ്ടിൽ നിന്ന് കേരളം ചെലവിടുന്നുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ചൂരൽമലയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഈ 388 കോടി അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ കേരളം 1500 കോടിയാണ് അവകാശപ്പെട്ടിരുന്നത്, അത് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞത്. പക്ഷെ അതവർ അനുവദിക്കുന്നില്ല. അവർ മൗനമായിട്ട് പ്രഖ്യാപിക്കുന്നുമില്ല. അന്ന് ആ ചൂരൽമലയിൽ അത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്ന പ്രശ്നങ്ങളില്ല. ആ ദുരന്തം ഉണ്ടായപ്പോ പ്രധാനമന്ത്രി വന്ന് അവിടെ സന്ദർശിച്ചിട്ട് കേരളത്തിനൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ചൂരൽമലയില് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ മൗനം പാലിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മനോരമ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് വെറുതെ ആയി പ്രധാനമന്ത്രിയുടെ വാക്കും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നട്ടല് തകർന്ന അനിൽകുമാറിന് സഹായം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നേരിട്ട്. അപ്പം വേണ്ട സഹായങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് കൈകളിൽ കൈചേർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്ക് നൽകിയപ്പോൾ അനിൽകുമാർ ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ അത് പാഴ്വാക്കായി മാറി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നട്ടല് തകർന്ന് കിടപ്പിലായ അനിൽകുമാറിനെ ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി കണ്ടത്. കുക്കുഴിയിലെ വാടക വീട്ടിൽ തുടർ ചികിത്സയിലാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ. അമ്മ ലീലാവതിയും 2.5 വയസ്സുള്ള മകൻ ശ്രീലിഹാലിനെയും ഉരുൾ കവർന്നു. ഒപ്പം പുതിയ വീടും സമ്പാദ്യവും എല്ലാം നഷ്ടമായി. ഭാര്യ ജാൻവി ഇപ്പോഴും മകൻ്റെ മരണത്തോട് മാനസികമായി പൊരുത്തപ്പെട്ടിട്ടില്ല. അന്ന് 10 മിനിറ്റോളം പ്രധാനമന്ത്രി അനിൽകുമാറുമായി സംസാരിച്ചു. ദുരന്തത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും സ്വന്തം നഷ്ടങ്ങളുമെല്ലാം അനിൽകുമാർ ഹിന്ദിയിൽ തന്നെ അദ്ദേഹത്തോട് വിവരിച്ചു. ഇപ്പോൾ തുടർ ചികിത്സയും വീട്ടുചെലവുകളും പ്രയാസത്തിലാണ്. ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ചികിത്സ സൗജന്യമായിരുന്നുവെങ്കിലും ഇപ്പോൾ ചികിത്സാ സഹായം ഒന്നും ലഭിക്കുന്നില്ല. വീട്ടുവാടക സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പ്രതിദിന സഹായം 300 രൂപ മുടങ്ങി. പ്രധാനമന്ത്രി സഹായിക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി അനിൽകുമാർ പറഞ്ഞു. അപ്പം അന്നെടുത്ത ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട് മലയാള മനോരമയിൽ. കൈ പിടിച്ചിട്ടാണ് പറഞ്ഞത് വേണ്ട സഹായങ്ങളെല്ലാം നൽകുമെന്ന്. അപ്പം അമ്മയും കുഞ്ഞും ഉരുൾപൊട്ടലിൽ മരിച്ചുപോയി. ഇപ്പം ഭാര്യ കുഞ്ഞ് മരിച്ചതിൻ്റെ ആ മാനസികമായിട്ടുള്ള ഇതുവരെ റിക്കവർ ചെയ്ത് വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത്. അപ്പം ദിവസവും പ്രതിദിനം കിട്ടുന്ന 300 രൂപയും ഇപ്പം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പം വാടക സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പിന്നെ ഇനി തുടർന്ന് ഇപ്പം നട്ടല് പോയെന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും കുടുംബത്തിലെ ഒരു അതെ, ഇതാണ് കുടുംബനാഥൻ തന്നെയാണ്. അപ്പം അത് നട്ടല് പോയതിൻ്റെ ചികിത്സയുണ്ട്, അല്ലാതെ വീട്ടിൻ്റെ വാടക ചെലവുകൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ എത്ര മനുഷ്യർ, ഇതിപ്പോൾ ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ എത്രയോ പേരുണ്ടായിരിക്കാം വയനാട് ദുരന്തത്തിൽ പെട്ടുപോയത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ്. കേരളം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണോ എന്നും നമ്മളും ഇന്ത്യക്കാരുടെ ഭാഗമല്ലേ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തെ കേന്ദ്രം സഹായിക്കുന്നത് പരാമർശിച്ചായിരുന്നു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം. ഈ തീരാ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. വയനാടിനു ശേഷം ദുരന്തമുണ്ടായ പല സംസ്ഥാനങ്ങൾക്കും സഹായം കൊടുത്തു.
അത് നല്ല കാര്യം. എന്നാൽ കേരളത്തിനും ആ സഹായം നൽകേണ്ടതില്ലേ? അപ്പം ഈ കഴിഞ്ഞ ബഡ്ജറ്റിലാണെങ്കിലും പ്രളയം ഉണ്ടായത്, അങ്ങനെ ദുരന്തം ഉണ്ടായ പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തും കേരളത്തെ അവഗണിച്ചെന്നുള്ളത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം വന്നായിരുന്നു മോദി വയനാട് സന്ദർശിച്ചത്. അതെല്ലാ സഹായം തരൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് മാറി. അപ്പം ചൂരൽമല മുണ്ടക്കൈ കേന്ദ്രത്തോട് ഹൈക്കോടതി തീരുമാനം വേണം ഈ മാസം തന്നെ. അപ്പം ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസ നിയമപ്രകാരം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യത്തിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകി. പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാകേണ്ടതുണ്ടെന്നും ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നത് പോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നതെന്നും വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് K ജയകുമാർ എന്നിവരുടെ ഡിവിഷണൽ ബ്രാഞ്ച്. അപ്പം ഈ മാസം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. എന്നാലേ ഉള്ളൂ അവർക്ക് ഇപ്പോൾ വായ്പകൾ തള്ളി, ഇപ്പം ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതി തള്ളുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നടപടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിതീവ്ര ദുരന്ത മേഖലയായി പ്രഖ്യാപിക്കേണ്ട ഉന്നതാധികാര സമിതി യോഗം ഇതുവരെ കൂടിയിട്ടില്ലെന്നും എത്രയും വേഗം ചേർന്ന് ഈ മാസം തന്നെ തീരുമാനം അറിയിക്കണമെന്നും കേന്ദ്രത്തിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ MRL സുന്ദരേശൻ വിശദീകരണം നൽകി. അപ്പോൾ ഇതുവരെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപേണ്ട ഉന്നതതല സമിതി യോഗം ഇതുവരെ കൂടിയിട്ടില്ല. അപ്പം അതും പെട്ടെന്ന് കൂടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ചൂരൽമലയിൽ എത്രയും പെട്ടെന്ന് അവർക്ക് സഹായം കേന്ദ്രം അനുവദിക്കണം. എത്ര ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്, അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടു, ബന്ധുക്കളും ആരും ഇല്ലാണ്ട്. അപ്പോൾ നമ്മളാൽ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ കേന്ദ്രം അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പം കേരളത്തിന് നേരിടേണ്ടി വരുന്നത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്ന പോലെ തന്നെ കേരളത്തെയും പരിഗണിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതെ.